അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥന പ്രവേശിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ അൾത്താറിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെയും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അനുദിനമായ ഓരോ ദിവസമുള്ള അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ കരുണ ചൊരിയിനെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മുക്കിടത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ കരുണ തോന്നണമേ. കർത്താവ്, നിൻ്റെ തിരുവിലാലും മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശവും ഓഹരിയുമായി അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ പോർഷൻ ആൻഡ് കപ്പ് ആയിട്ടുള്ള അങ്ങയുടെ ഭാഗധേയമായിട്ടുള്ള അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങ് അലിവാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു കാര്യവും ഞങ്ങളുടെ യോഗ്യതയിലല്ല നടക്കുന്നത്. പല കാര്യങ്ങളും എല്ലാം അങ്ങയുടെ ഈ കരുണയുടെ ഭാഗമാണ്. അത് അങ്ങ് തന്നെയാണ് അത് കണ്ടുപിടിച്ചത്, ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യതയിലല്ല, എൻ്റെ കൃപയാലെന്ന്. അത് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയും അർത്ഥസംഖ്യയില്ലാതെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഇന്ന് അങ്ങയുടെ മക്കളുടെ ജീവിതയാത്രയിൽ അവരുടെ മെറിറ്റ് ഡൗൺ ആകുന്ന സമയത്ത് നിൻ്റെ ഗ്രേസ് അവരെ സസ്റ്റെയിൻ ചെയ്യാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കർത്താവിൻ്റെ തിരുമുറിവാർന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്രദാകുന്ന വലിയ കരം നിങ്ങളുടെ ശിരസിൽ വെക്കപ്പെടുകയും നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളുടെ രക്തഞരമ്പും ശരീരകോശങ്ങളും കർത്താവിൻ്റെ രക്തത്തിൽ പടരുകയും നിങ്ങളുടെ ഓരോ കോശങ്ങളിലും പേശികളിലും എല്ലാ യേശുവിൻ്റെ നാമത്തിൽ ഉണർവും ഉത്സാഹം നേടുകയും ചെയ്യാൻ എൻ്റെ കർത്താവിൻ്റെ നാമം ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ കൈപിടിച്ച് നിൽക്കുന്ന ഒരു എളിയ ദാസൻ എന്ന നിലയിൽ
കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു, നിൻ്റെ ജോലിയെ ആശീർവദിക്കുന്നു, നിൻ്റെ യാത്രയെ ആശീർവദിക്കുന്നു, നിൻ്റെ സംസാരങ്ങളെ, സംഭാഷണങ്ങളെ ആശീർവദിക്കുന്നു, നിൻ്റെ ചർച്ചകളെ ആശീർവദിക്കുന്നു, നിൻ്റെ തീരുമാനങ്ങളെ ആശീർവദിക്കുന്നു. അത് നടപ്പിൽ വരുത്താനുള്ള നിൻ്റെ ഇച്ഛാശക്തി, കർത്താവിൻ്റെ അഭിഷേകം ഇരട്ടിയായിട്ട് ലഭിക്കട്ടെ എന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നീ വീണ്ടും തിരിച്ച് രാത്രി നിൻ്റെ ഉറങ്ങാനെത്തുന്നവരെ ഈ ചൈതന്യം നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ചൈതന്യവും കർത്താവിൻ്റെ സമാധാനവും നിൻ്റെ ഹൃദയത്തെ അധരത്തെയും നിൻ്റെ ശരീരത്തെ മുഴുവനായി സൗഖ്യത്തിൽ നിലനിർത്തുകയും മനസ്സിനെ സമാധാനത്തിൽ കണ്ടെത്തുകയും ചെയ്യട്ടെ. ലോർഡ് ഇൻഫ്യൂസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. താങ്ക് യു ജീസസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു സംഭവമാണ് ദൈവ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ചാലകശക്തി എന്ന് പറയാവുന്നത്. പലപ്പോഴും ഫലപ്രദമായ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കണക്ടിവിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ഞാൻ കണ്ടെത്തിയത് എവിടെ നിന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ ഒരു വെളിപാടിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 15:10 വായിച്ച്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് വരുന്നത്. പിന്നെന്താ? അത് ഓരോ കണക്ഷനും ഉണ്ടാകുന്ന കുഴപ്പം കണ്ടിന്യൂറ്റി ഉണ്ടാകണം, അത് തുടർച്ചയുണ്ടാകണം, ബന്ധം ഒരു തുടർബന്ധമായിട്ട് മാറണം. അതാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ പവർ കട്ടിലല്ല. അത് കാരണം നമ്മുടെ പവർ കട്ട് നമ്മുടെ സ്നേഹത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ ഒക്കെ ഭയങ്കര ഇടക്കിടക്ക് പവർ കട്ടാണ്. അത് കാരണമാണ് നമ്മളെ ഫ്രോഡെന്ന് ദൈവം വിളിക്കണം. ഫ്രോഡെന്നല്ല, ഇത് വിശ്വസ്തതയില്ലാത്ത ആൾക്കാർ. ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്? നിത്യമായ സ്നേഹമെന്നല്ല എൻ്റെ അർത്ഥം. എനിക്ക് നിന്നോടുള്ള സ്നേഹം നിത്യവും വിശ്വസ്തത അചഞ്ചലവുമാണ്. അതായത് ജെറമിയ 31:3 ഈ വെളിപാടുണ്ട്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. അതെണ്ടാ പവർ കട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വെറുതെ പറഞ്ഞില്ല. അതായത് എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും, ചലിക്കാത്തതാണ്. അത് കാരണമാണ് നമ്മുടെ വിട്ടുവിട്ടുള്ള സ്നേഹം ദൈവം ഫ്രോഡാന്ന് വിളിക്കാൻ കഴിയും. അത് ഭയങ്കര സീരിയസ് ആയ വിഷയമാണ് കേട്ടോ. നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാതെങ്കിൽ എൻ്റെ അർത്ഥം ഗ്യാപ്പാണ് ഈ പ്രോബ്ലം. ഇപ്പം നേഴ്സുമാരൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും, എൻ്റെ അച്ഛാ പ്രൊഫഷണൽ നേഴ്സ് മാത്രമല്ല പ്രൊഫഷണൽസൊക്കെ വരുമ്പോൾ പറയും, അച്ഛാ ഗ്യാപ്പാണ് പ്രോബ്ലം എന്ന് പറയും. അത് അപ്പോൾ അവരോട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാർ ചോദിക്കത്തില്ലേ, നിങ്ങൾ എന്നാൽ പാസ് ഔട്ട് ആയത്? ഞാൻ 2020 ഓക്കെ, നൗ ഇറ്റ് ഈസ് 2025 അല്ലേ ഇത്? അപ്പോൾ ബാക്കി ദിവസം എവിടെ പോയി നിങ്ങളെന്ന് പറയും. അത് ഭയങ്കര എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഈ കാലങ്ങളിൽ നിങ്ങൾ എവിടെ പോയെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ തെരയുടെയൊക്കെ പറയും, ടെസ്റ്റ് എഴുതി ആനകൂന എന്നൊക്കെ പറയുമെങ്കിലും അവർക്കറിയാം നിങ്ങളൊരു ടെസ്റ്റ് എഴുതിയിട്ടില്ലെന്ന്. നിങ്ങൾ കണ്ട് അകത്ത് കയറി വരുമ്പോൾ തന്നെ ബേസിക് മടിയനാണെന്ന് അവർക്ക് ആളെ കാണും, ഷാബി ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മടിയനാണെന്ന്. മടിയന്മാരെ കാണുമ്പോൾ അറിയാൻ പറ്റും, മടിച്ചുകളെയും കാണുമ്പോൾ അറിയാൻ പറ്റും. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവമായിട്ട് നമുക്ക് സ്മാർട്ട് റിലേഷനാണ് വേണ്ടത്. നിങ്ങളത് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട ഇതാണ്, എൻ്റെ റിലേഷൻ സ്മാർട്ടാണോ ദൈവമായിട്ട്? അതെങ്ങനെ ഷാബിയായിട്ട് വിട്ടു പിടിക്കണതാണ്, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നതാണ്, അത് അക്സെപ്റ്റബിൾ അല്ലെന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? ദൈവത്തിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നില്ലേ? യോഹന്നാന്റെ 13:35 വായിച്ചേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങളും പരസ്പരം. അപ്പൊ ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിന് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു സ്റ്റാൻഡേർഡൈസ് ഫോം ഉണ്ട്. സ്നേഹത്തിന്റെ സ്റ്റാൻഡേർഡൈസ് ഫോം എന്താണ്? എനിക്ക് നിന്നോട് സ്നേഹം അചഞ്ചലമാണ്, സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലവും. അതുപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ യോഹന്നാൻ 13:35 അചഞ്ചലമായിട്ട് നിത്യമായിട്ടും ആകുമ്പോഴാണ് ഗ്യാപ്പില്ലാത്തൊരു സ്നേഹം വരണത്. ഇത് ഒരു പ്രാർത്ഥനയുടെ. ഇപ്പോൾ ഞാൻ എന്തിനേയും മാതാവിൻ്റെ പുറകെ നടക്കണമെന്ന് അറിയാമോ?
ഞാൻ ഷാർജയിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞ്, അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ ഓർത്തത് മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ, ജീവിതപ്രസം മാത്രമേ പറയത്തുള്ളൂ എന്ന്. അവിടെ നടത്തിയ കസ്മാരിക് കൺവെൻഷനാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരുടെ മനസ്സിൽ എന്തുകൊണ്ടാണ് ഞാൻ മാതാവിനെക്കുറിച്ച് പറയണത്, ഇവരൊരു മോഡലാണ്. കറക്റ്റ്. അവർ എല്ലാ സമയത്തും ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും. അത് മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാലും ശരി, പുരുഷൻ്റെ ചുവട്ട് നിൽക്കണം എന്ന് പറഞ്ഞാലും ശരി, ആ സ്നേഹം അചഞ്ചലമായിരിക്കും. അമ്മയാണ് മാതൃക. അപ്പം അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകം പരിശ്രമിക്കുക. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:56 അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഈ കാഴ്ച കാണണമെങ്കിലേ ഒരു 10,000 ജന്മങ്ങൾ ഇവിടെ ജനിച്ചിട്ടാൽ ഈ കാഴ്ച കാണത്തില്ല. ഈ കാഴ്ച കാണിക്കുന്ന ഒറ്റാൾ മാത്രമേ ഉള്ളൂ, മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യം മനുഷ്യരക്ഷ നൽകാൻ യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് ഈ അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ഹൃദയത്തെ വിശ്വസിക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്, സ്വർഗം തുറക്കണത്. സ്വർഗം എന്തും തുറന്നിരിപ്പുണ്ട് അവിടെ, പക്ഷെ അന്ധന്മാർ കാണുന്നില്ല. എന്താ കാരണം? അവൻ്റെ കണ്ണുകളിൽ എഴുതാൻ കർത്താവിൻ്റെ വചനത്തിൻ്റെ അഞ്ചനം മാത്രമേ ഉള്ളൂ. വെളിപാട് പുസ്തകം എന്താ പറയണത്? നീ കാഴ്ച പ്രാപിക്കാൻ കണ്ണിലെഴുതാനുള്ള അഞ്ചനം എന്നോട് വാങ്ങിക്കുകയെന്ന് 3:20 നമ്മൾ വായിക്കുന്നില്ലേ? ശ്രുതികട്ടെ ഹല്ലേലൂയ. വെളിപാട് 3:18 കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വചനമാണ് ഈ അഞ്ജനം. ആത്മാവിന്റെ കാഴ്ച കാണാൻ വേണ്ടിയുള്ള വചനമെന്ന്. അഞ്ജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ കണ്ണുകളെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളെ തുറക്കുന്ന അഞ്ജനം എന്താണ്? കർത്താവിൻ്റെ വചനമാണ്. അതാണ് നമ്മൾ കണ്ടിരിക്കണം. 4:49 ഈ യഹൂദ പ്രമാണി രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാൻ വരുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിച്ച് പോകുന്നത്, ആ രാജസേവകൻ വിശ്വസിച്ച് പോവുകയാണ്. എന്താണ്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് പോവുകയാണ്. അവൻ്റെ കണ്ണുകളിൽ കർത്താവ് കാഴ്ചയുടെ അഞ്ജനം എഴുതി. ഈ അഞ്ജനം തന്നെയാണ് എസ്തഫാനോസിൻ്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? കർത്താവാണ് ഏകരക്ഷകനെന്ന്. ഞങ്ങൾ പലപ്പോഴും പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരു വേദി എന്ന നിലയിൽ അമ്മ നമുക്ക് ഉടമ്പടി പ്രാർത്ഥന തന്നതിൻ്റെ പേരിൽ 10,000 യേശുവിനെ അറിഞ്ഞ് സഭയുടെ സുവിശേഷത്തിൻ്റെ സാക്ഷിയെ ജീവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമ്മയെ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അമ്മയെ എന്തുകൊണ്ടാണ് ഞങ്ങളിവിടെ ഏറ്റുപറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്ഷനില്ലാത്ത വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച ആദ്യത്തെ രൂപത്തിൻ്റെ പേര് പരിശുദ്ധ അമ്മയെന്നാണ്. ശ്രുതികട്ടെ. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത്? 2-3 ഓപ്ഷൻ നമ്മുടെ മുമ്പേ ഉണ്ടായിരുന്നല്ലോ. ഐദർ ഓർ, അതല്ലെങ്കിൽ ഇത്, യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, ഇല്ലേ? തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം. ചടത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ നിന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം. ഓപ്ഷനല്ലേ? കനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. അല്ലെങ്കിൽ വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയുന്നത്. ഗോട്ട് ദ പോയിന്റ്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ് ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ അടിച്ച് എൻ്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം, അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവിയെ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷേ നമ്മൾ ചെയ്യണത് എന്താണ്?
ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേരം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷ്യമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിടിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രിയിൽ പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ എല്ലാത്തിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത്, അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവർ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവർ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97% നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്ന് അറിയാനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്, എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും, അവിടെ വെച്ച് പോയതിൻ്റെ പരിപാടിയില്ല. ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്. നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പോൾ ഈശ്വര വിശ്വാസം അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ, അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ, അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്ക് സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം എൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ്, എനിക്ക് കഴിവുള്ള എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും എങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചൊരു കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കറിയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അൾത്താരെ ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ അറിയുന്ന എന്ത് ബോധം പോകില്ല, അവിടെ റിലേ പോകും. അവർ യൂണിയനും സമരവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണം. അങ്ങനെയാണ് ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുന്ന സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ കർത്താവ് ഈ തെറ്റ് അവരുടെ മേലെ ആരോപിക്കരുതേ, നീ അവരോട് ക്ഷമിക്കണമേ. അതാണ് സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ ക്രിസ്തു കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗ്ഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗ്ഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂൾ ഇതും ചിന്തിച്ചോടാണ് കുതിരപ്പുറത്ത് പോകുന്നത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട്ട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്, നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ
ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല. അങ്ങേരി സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റ് അവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോഴാണ് പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടു. അപ്പോൾ കർത്താവിൻ്റെ വേദസാക്ഷികൾ ക്രിസ്തീയ ജീവിതം ഇതിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത്, നമ്മൾ കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് 3 അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൊളോസ്യൻസ് 3 അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ, ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ, അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയുമത്. പക്ഷേ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവിനോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യൻസ് 3:11 വായിക്കത്തില്ലേ, ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ് അതായത് ക്രിസ്തു എല്ലാമാണ്, പിന്നെന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വീഞ്ഞ് തീർന്നു പോയപ്പോൾ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. മനസ്സിലായോ? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കുണ്ടായിരുന്ന ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ പോകും. എന്താണ്? നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ച് ആശ്രയിക്കത്തില്ല, ആദ്യം യേശുവിൽ തന്നെ അന്വേഷിക്കും. ഈ ഓപ്ഷൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര സീരിയസാണ്. ഓപ്ഷൻ മലയാളത്തിൽ എന്നാ പറയണ? തിരഞ്ഞെടുപ്പ്. അതായത് ഐദർ ഓറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു സംഭവമാണ്, വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണെന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. ഈശോ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓപ്ഷനൊന്നും ഓർത്ത് പഠിച്ചു വന്ന ആളല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ വിഷയത്തിൽ അമ്മയ്ക്ക് യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നാണ് ഇപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കറിയാം. കൊളോസ്യൻസ് 3:11 പത്രോസ് എഴുതുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പേ അമ്മയ്ക്കറിയാം ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ടാണ് അമ്മ വിഞ്ഞ് തീർന്നു പോയപ്പോൾ ഓപ്ഷൻ വെക്കാതെ, അയൽവാസിയുടെ വീട്ടിൽ പോയി വായ്പ ചോദിക്കാതെ, അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാതെ ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. ആ ലളിതമാണെങ്കിലും ആ ആവശ്യം ചെറുതാണെങ്കിലും അമ്മ പറഞ്ഞാൽ ഈശോ അത് വീഞ്ഞായാലും അപ്പമായാലും ഇനി കാലാന്തരത്തിൽ വരാൻ പോകുന്ന ഭ്രാന്തന്മാരുടെ ചികിത്സ, ഒരു ഭ്രാന്തനെയും പിശാചബാധനെയും ഈശോ ചികിത്സിച്ചില്ലേ, അത് തൊട്ട് ഒരു മനുഷ്യനെ രക്തസ്രാവ രോഗിയുടെ ചികിത്സ, ജായറൂസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിലുണ്ടെന്ന്, ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ അമ്മയാണ്. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് ആദ്യം മനസ്സിലാക്കിയത് അമ്മയാണെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥത നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടാകണം. അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ വിദാസുണ്ടാകുന്ന വേഗം കൂടി കൂടിയേക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യാൻ. നിങ്ങൾ നൊവേന കുടിക്കുക കൂടാതിരിക്കുക, അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതല്ല, ഉടമ്പടി കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് പ്രാർത്ഥനകളെ പോലെ അല്ല ഇതൊരു ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ്. കാരണം ഇതെന്താ? ഇതൊരു ഡൂയിങ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടി അവൻ പറയണത് പോലെ ചെയ്യുക. അല്ല, നമ്മൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല ഇത്. ഇപ്പോൾ നമ്മൾ നൊവേന ചൊല്ലുന്നു എന്ന് പറയത്തില്ലേ, പക്ഷേ ഇത് ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല. അഥവാ ഇതിൻ്റെ കാമ്പെന്ന് പറയുന്നത് ചൊല്ലലല്ല, ചെയ്യലാണ്. ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നവരെ, ഇപ്പോൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നവരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വേണം അതുപോലുള്ള സുവിശേഷ വേലകൾ ചെയ്യാൻ. രോഗികളെ കുളിപ്പിക്കുന്നവരുണ്ട്, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അനാഥരെ സന്ധിക്കുന്നവരുണ്ട്. അതിനെ ചെയ്യണം. അതായത് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ദിവ്യകുർബാനയിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണത്.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ അമ്മയെപ്പോലെ ഒരു വിഷയം കുടുംബത്തിലുണ്ടാകുമ്പോഴേ മാനുഷികമായ പല സങ്കേതങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്താതെ ഒന്നാമത്തെ അഭയം, ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഒന്നാമത്തെ ആശ്രയം യേശുവിന്റെ നാമം മാത്രമാകാൻ അതുവഴി എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക വഴി എന്റെ ജീവിതത്തിലെ ദൈവവചനങ്ങളെ ഇരട്ടി ശക്തിയോടുകൂടി ഫലപ്രദമായി പ്രയോഗിക്കപ്പെടാൻ സുവിശേഷത്തിന്റെ നലം തികഞ്ഞ സാക്ഷികളായി മാറാൻ എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് ഒരുക്കണമേ. ശ്രുതികട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പറയുന്ന കർത്താവേ, ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത ഓരോ മക്കളെയും അങ്ങ് സ്മരിച്ചു. ഈ ധ്യാനം തുടങ്ങിയ സമയത്ത് നമ്മുടെ സന്ധ്യ ആജിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അത് തുടങ്ങി വെച്ചപ്പോൾ കർത്താവ് വേറെ വചനം നൽകി. വളരെ ആഴമുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് സംഗീതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ ശരിക്കും സഹായിക്കും. സന്ധ്യ ആജിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ അലർജിയാണ്. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തോടുകൂടി 10 കൊല്ലമായിട്ടുണ്ടായിരുന്നത്. അത് ഈ ദിവസങ്ങളിൽ പറഞ്ഞ സാക്ഷ്യമാണ്. പുനരൂര്, സന്ധ്യ ആജി പുനരൂര്. ഈ സാക്ഷി നിങ്ങൾ യൂട്യൂബിലുണ്ടത്, നോക്കിയാൽ മതി. നോക്കണം നിങ്ങൾ. കാര്യം നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗം ഒന്ന്, അറ്റൻഡ് ദ ടെസ്റ്റിമണീസ് ഓഫ് ദ ആൻസേർഡ് പ്രേയേഴ്സ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊള്ളുന്ന നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാം. 10 കാര്യങ്ങളുണ്ട്, അതിൽ ഒന്ന് മാത്രമാണത്, പക്ഷേ അത് വലിയ കാര്യമാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഇവരുടെ വിഷയം 10 കൊല്ലമായിട്ട് അവർക്ക് അലർജിയാണ്, പൊട്ടിപ്പൊളിഞ്ഞ വ്രണങ്ങളുമായിട്ട് കൈകൾ. അപ്പോഴവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നു. 10 കൊല്ലം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ഇവിടെ അവർ തിരിച്ചു വന്ന് പിന്നീട് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ അജിയെ വിളിച്ച്, ഗൾഫിൽ ഇവിടെ ജോലി ചെയ്യാൻ, അജിയെ വിളിച്ച് പറയും, ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവിൻ്റെ കൈ സുഖപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ സന്ധ്യ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. അതായത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി, കൃപാസനത്തിൽ എത്തിച്ചേരുന്ന വരെ ഉടമ്പടിയുടെ എല്ലാ ആനുകൂല്യവും നിനക്ക് കിട്ടാൻ വേണ്ടി അമ്മ തന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓൺലൈൻ ഉടമ്പടി. അപ്പോൾ പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് അമ്മ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അതിനുശേഷം അവർ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത്. അപ്പോൾ തീർത്ഥാടന ഉടമ്പടി ചെയ്ത ശേഷം ഈ അജിയെ വിളിച്ച് പറയും, ഞാൻ കൃപാസന മാതാവിനെ കാണാൻ പോയെന്ന് പറയും. അപ്പോൾ അന്ന് വൈകുന്നേരം അജിക്കൊരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഒരു മലയാളിയുമായിട്ട് കൂടെ താമസിക്കായിരുന്നു. വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ യൂറോപ്പിലായാലും ഗൾഫിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാടക കൊടുക്കാനുള്ള ശമ്പളം നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ വീട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണം, മലയാളികളൊക്കെ ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷേ അവിടെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് അവിടെ ജോലി, അവിടെ പ്രോജക്റ്റ് അവിടെ തീരുകയാണെങ്കിൽ അവരവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ മുഴുവൻ വാടക ഒരാൾ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ അത്രയും ശമ്പളം ഉണ്ടാകത്തില്ല, അപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അജിയാണെങ്കിൽ ഒരു ജീവിതം ആകപ്പാട് വഴിമുട്ടി നിന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഇയാൾ പലയിടത്തും പോയി അന്വേഷിച്ചിട്ട് ഒരിടത്തും ഒരു അക്കോമഡേഷൻ കിട്ടണില്ല. അക്കോമഡേഷൻ കിട്ടാതെ അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ അത് ഇവർ വൈഫ് നല്ല ശരിക്കും സുന്ദരമായിട്ടത് പറയുന്നുണ്ട്. അതായത് സന്ധ്യ നന്നായിട്ടത് പറയുന്നുണ്ട്. അതായത് പലയിടത്തും പോയി ഒരു വീട് ഷെയറായിട്ട് താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ. ഈ മനുഷ്യൻ മടുത്ത് സങ്കടപ്പെട്ടിട്ട് ഇയാൾക്ക് വൈഫ് പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ, ഞാനിന്ന് കൃപാസന മാതാവിനെ കാണാൻ പോയെന്നേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ അജി റോഡിൽ നിന്നുകൊണ്ട് അത് വേദനപ്പെടുന്ന സാഹചര്യമാണ്. എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് എനിക്കൊരു വീട് കാണിച്ചതാണ്. അത് നല്ല സാക്ഷിയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. എൻ്റെ കൃപാസന മാതാവേ എനിക്കൊരു വീട് കാണിച്ചതാണ് എന്ന് ഇയാളിങ്ങനെ പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ അമ്മ തോന്നിച്ചു, നീ നെറ്റിൽ അടിച്ച് നോക്കാൻ പറഞ്ഞു. അന്ന് വരെ ഇപ്പോൾ 3-4 ദിവസമായി വീട് തിരക്കി നടക്കണത്, ഈ ഒരു ബോധമില്ല. ഇയാൾ നെറ്റടിച്ച് നോക്കുകയും പെട്ടെന്ന് ഈ വീട് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ഉള്ള ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മലയാളിയുടെ പ്രൊഫൈൽ കണ്ട് ഉടനെ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ പുറത്തായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അവർ അന്ന് തന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ 2 കുടുംബം കൂടി ഒരുമിച്ച് താമസിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിനൊക്കെ എല്ലാം ഒരു വചനമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എന്താ സംഭവിക്കണത്, എല്ലാ വാക്കിൻ്റെ അകത്തും ദാനമുണ്ട് ദൈവത്തിൻ്റെ, അല്ലേ?
എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ ദാനമുണ്ട്. ഈ ദാനം നമ്മളെങ്ങനെ പ്രാപിക്കുകയാണ് ചെയ്യണത്? വാഗ്ദാനം എന്താണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അജി എന്താണ് ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കാൻ അജി എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ കൃപാസനം മാതാവേ എന്ന് വിളിച്ചു. കാര്യം ഇല്ലായ്മയൊക്കെ പരിഹരിക്കുന്ന ആളാണല്ലോ. വീഞ്ഞില്ല എന്ന് പറയണതും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകൾക്ക് ദൈവം ഇക്കാലങ്ങളിലെ ഉടമ്പടിയിലൂടെ 10,000 ഉത്തരം കൊടുക്കുമ്പോൾ ഇന്ന് ഞാൻ കൃപാസനം മാതാവിനെ കാണാൻ പോയെന്നാണ് ആ ചേച്ചി പറയണത് അജിയോട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി, ഇവർക്ക് അജിക്ക് ഉടമ്പടി അറിയത്തില്ല, ചിലപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 10:20 യെശയ്യായുടെ ഒരു വചനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഇപ്പം നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. കണ്ടില്ലേ? എനിക്ക് 10:20 റോമ 10:20 യെശയ്യ ധൈര്യപൂർവ്വം പറയുന്നു. എന്താ പറയുന്നത്? ഏറ്റു പറഞ്ഞേ, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തു നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും. ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തണം. കാര്യം ഇപ്പോൾ എന്താ വചനം എഴുതിയിരിക്കുന്നത്? എന്നെ തേടാത്തവർ, അന്വേഷിക്കാത്തവരെ, ആശ്രയിക്കാത്തവരെ ക്രിസ്തുവിനെ കണ്ടെത്തും. എങ്ങനെയാണ്? എന്നെ കണ്ടെത്താൻ എന്ന് പറഞ്ഞൊരു വചനമുണ്ടല്ലോ, 29:14 ജെറമിയ. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളോസ്യസ് 3:11 തന്നെയാണ്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്, പിന്നെന്താണ്? എല്ലാവരിലുമാണ്. അല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോഴേ എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മതം മാറണമെന്നല്ല അർത്ഥം. വേദനപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഞാൻ പറയുക, അവിശ്വാസിക്ക് പോലും ഉള്ളതിൻ്റെ സൂചനയാണ് എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിനക്കൊരു വിഷമം വന്ന് പോകുമ്പോൾ ഞാൻ ക്രിസ്തുവുമായിട്ട് അടുപ്പമൊന്നുമില്ല, ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് എന്നൊന്നും പറഞ്ഞ് വെറുതെ മണ്ടത്തരം പറഞ്ഞ് കെട്ടിയിരുന്ന് വിളിച്ച് നീ നിൻ്റെ വിഷമത്തിൽ നിലനിൽക്കരുത്. മറിച്ച് കാര്യം ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും മതം മാറ്റമാണ്. മതമാറ്റം അല്ല വിഷയം. വിഷയം അതായത് ദൈവത്തെ നീ കണ്ടെത്താനും അനുഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മതാതീതമായി യേശുവിനെ നിനക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും. അങ്ങനെ 10,000 യേശുവിനെ അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യത സുവിശേഷം നൽകുന്ന ഒരു വലിയൊരു സാധ്യതയാണ്. അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞത്. എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞത് അമ്മയാണ്. അതുകൊണ്ടാണ് നിസ്സാര കാര്യത്തിന് പോലും അമ്മ യേശുവിനെ കനായിലെ കല്യാണത്തിൽ തീർന്നു പോയിട്ട് പോലും അതിന് പോലും അമ്മ ആശ്രയിച്ചത് യേശുവിനെയാണ്. അപ്പം അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അമ്മ അവിടെ ആശ്രയം വെക്കത്തില്ല. അവിടെയാണ് വിഷയം. ഇപ്പോൾ ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് പല ഓപ്ഷൻസ് ഉണ്ടാകും, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമാനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതരം ഓപ്ഷങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഈശോ ആയിരിക്കും. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അത് നല്ല ശരിക്കൊരു അഭിഷേകം ആ വിഷയത്തെ മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് അച്ഛൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, എന്ത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും, ലോകത്തിന് മരുന്നുണ്ടെങ്കിലും, വീടില്ലെങ്കിൽ ലോൺ എടുക്കാമെങ്കിലും, കർത്താവേ ഭൗതിക സാഹചര്യങ്ങളുടെ സാധ്യതകളുണ്ടെങ്കിലും ആദ്യമായി യേശുവിനെ തന്നെ ആശ്രയിക്കാൻ എന്നെ പുനഃക്രമീകരിക്കണം, വിശ്വാസത്തെ പുനഃക്രമീകരിക്കണം. Hallelujah, hallelujah, hallelujah.